അപ്പൊ ദിലീപിന്റെ ബബ്ബ റിലേഷൻ എത്താണ്, സിനിമ കാണോ? ഇല്ല, കാണില്ല. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? എന്തുകൊണ്ട് കാണില്ല? അത് പുള്ളിക്കാരൻ ഒരു പെർപെട്രേറ്റർ ആണ്. പുള്ളിക്കാരന്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയരുത്. എങ്ങനെയാണ് ബബ്ബ കാണോ ശരിക്കും? ബബ്ബ കാണുമെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. ഞാൻ വേറെ ആരെയും അതിലേക്ക് കമ്പൽ ചെയ്യുന്നില്ല. കാണാണ്ടിരിക്കുക, അത് പേഴ്സണൽ ഒപ്പീനിയൻ. ഇതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഐ വിൽ നോട്ട് വാച്ച് ഇറ്റ്. അതിന് ഞാൻ എന്ത് വേണം? എനിക്കൊരു ചുക്കുമില്ല. FDFS കാണത്തില്ലെന്നാണോ അതോ OTT കാണുമെന്നാണോ? അല്ല, OTT-ലും കാണത്തില്ല. കാണില്ല. ദിലീപ് സിനിമകള് ഇല്ല. ബഹിഷ്കരിക്കും. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? കോടതി എന്നെ വിധിച്ച എന്താണ്, പുള്ളിക്കാരൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാണ് വിധിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ എന്തിനാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യം? ചോദിക്കേ. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. കാണാൻ പോകുമ്പോൾ അയാളുടെ വ്യക്തി ജീവിതമല്ലല്ലോ നമ്മൾ എടുക്കുക. അയാൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അല്ലെങ്കിൽ അയാൾ നമ്മളെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ആസ് എ ഓഡിയൻസ് നമ്മളെ അയാൾ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ സിനിമയെ കുറിച്ച് അത്രയും നന്നായിട്ട് ഡീപ്ലി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെ കുറിച്ചൊക്കെ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ ഒരു മെയിൻ ഫ്രെയിമിൽ കാണുമ്പോൾ നമ്മൾ ദിലീപിനെ മാത്രമേ അതിൽ നോക്കുള്ളൂ. അപ്പോൾ പേഴ്സണലി ആൾക്കാർക്ക് ദിലീപിനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിലീപിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ആ സിനിമ കാണാതിരിക്കുകയായിരിക്കും ചെയ്യുക. ഇതാണ് എന്നെ പറ്റിയുള്ള പൊതുവികാരം. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. ഇപ്പൊ ഈവൻ റീൽസിൽ പോലും ആണെങ്കിലും ഇൻസ്റ്റഗ്രാം തുറന്ന് ദിലീപിന്റെ ഇത് കാണുമ്പോൾ പോലും ഞാൻ എന്റെ പിള്ളേർക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതിങ്ങനെ ഒരു ഇതാണ് ക്രൈം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളാണ്, ഇങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് പിള്ളേരും അത് അറിയണം എന്നുള്ളതുകൊണ്ട്. ദിലീപ് ആക്ച്വലി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ തന്നെയാണ്. ബട്ട് ഇപ്പോഴത്തെ പടം എന്തായാലും കാണത്തില്ല. അപ്പോൾ ആ ചലച്ചിത്രം ബഹിഷ്കരിക്കുക എന്നുള്ളത് ചലച്ചിത്രത്തോടുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ഇതെന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ. ഇതിലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. ഞാൻ പോകുന്നു. ബൈ.